നിങ്ങൾ ഈ ഫിനാൻഷ്യൽ അഡ്വൈസ് ഒക്കെ സ്ഥിരമായിട്ട് കേൾക്കാറുണ്ടോ? അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാറുണ്ടോ? ഞാൻ ഈ ഫിനാൻഷ്യൽ അഡ്വൈസ് അധികം കേൾക്കാറുമില്ല. കേൾക്കുമായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ കേൾക്കാറുമില്ല. ഞാനത് ഫോളോ ചെയ്യാറുമില്ല. മിക്ക ഫിനാൻഷ്യൽ അഡ്വൈസിലും പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ നമ്മുടെ ആവശ്യം, അനാവശ്യം, അത്യാവശ്യം എന്നുള്ളൊരു കാറ്റഗറി ഉണ്ടാക്കിയിട്ട് എഴുതി വെക്കണം കണക്കുകളെന്ന്. നമുക്കൊരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ തീർച്ചയായിട്ടും വേണം. പക്ഷെ ഇങ്ങനെ എഴുതി വെക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താ അറിയോ? കുറച്ച് കഴിയുമ്പഴത്തേക്കും നമ്മുടെ കൂടെ ഉള്ള ഒരാളുടെ ആവശ്യം നമുക്ക് അനാവശ്യമായിട്ട് തോന്നും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ മോൾ എന്നോടൊരു ചോക്ലേറ്റ് ചോദിച്ചു. അത് എനിക്കത് അനാവശ്യമായിരിക്കും. പക്ഷെ അവളുടെ ആവശ്യമായിരിക്കും അത്. അതല്ലെങ്കിൽ അവൾ എന്നോട് ടോയ് ചോദിച്ചു. അപ്പോൾ എനിക്കത് ഒരിക്കലും ആവശ്യമുള്ളതല്ല. പക്ഷെ അവൾക്കത് ആവശ്യമുള്ളതാണ്. അതേപോലെ ഞാനിപ്പോ ഒരു നെറ്റ്ഫ്ലിക്സിന്റെ സബ്സ്ക്രിപ്ഷൻ എടുത്തു. അതെനിക്ക് സിനിമ കാണണം. സിനിമ എന്റെ ഒരു എൻജോയ്മെന്റ് ആണ്. എന്റെ ഫണ്ണാണ്. അത് എന്റെ ഭർത്താവിന് ചിലപ്പം അനാവശ്യമായിട്ട് തോന്നിയേക്കാം. അപ്പം ഈ പറയുന്ന ഫൺ എലമെന്റ് ഒക്കെ നമുക്ക് ആസ്വദിക്കാനുള്ളതാണ്. ഈ ഫിനാൻഷ്യൽ അഡ്വൈസിൽ പറയുന്ന മിക്ക കാര്യങ്ങളും നമ്മൾ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കുമ്പോഴത്തേക്കും ഗിൽറ്റി ഉണ്ടാക്കുന്ന ചില കാര്യങ്ങളാണ്. നമ്മൾ മണി മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ പൈസ ഇങ്ങനെ കൂട്ടി 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 വെക്കാൻ പാടില്ല. അങ്ങനെ വെച്ചാൽ ധൂർത്തടിക്കണം എന്നല്ല പറയുന്നത്. ഇങ്ങനെ കൂട്ടി 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 വെച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്നറിയോ? ഒരു ഘട്ടം കഴിയുമ്പോഴത്തേക്കും നമുക്കത് ചെലവാക്കാനും പറ്റത്തില്ല. നമ്മുടെ കയ്യിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ മൊത്തം നാശമായി പോവുകയും ചെയ്യും. അതുകൊണ്ട് നമുക്കൊരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ വേണം. പക്ഷെ അല്ലാതെ ഇങ്ങനെ എല്ലാത്തിനും ആവശ്യവും അനാവശ്യവും അത്യാവശ്യവും ഇങ്ങനെ എഴുതി 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 ജീവിതം ഇല്ലാതാക്കരുത്.